227 ആയത്തുകളുള്ള ഖുർആനിലെ 26-ാമത്തെ സൂറത്തു ഷുഅറാ. ഈ 192-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഈ 192-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതുവരെ ഈ കെട്ടുകഥകളെല്ലാം പറഞ്ഞിട്ട് അവസാനം ഞാൻ ഈ പറഞ്ഞ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ വാക്യം ആവർത്തിക്കുന്നുണ്ട്. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. 191-ാം വാക്യം അതാണ്. അത് ആവർത്തിച്ചതിന് ശേഷം നിശ്ചയമായും നിൻ്റെ റബ്ബ് തന്നെയാണ് പ്രതാപശാലിയും കരുണാനിധിയും എന്ന ഈ വാക്യം ആവർത്തിച്ചതിന് ശേഷം 192 മുതൽ വീണ്ടും ഈ പഴങ്കഥയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് വരുന്നത്. അത് വായിക്കാം. 192. നിശ്ചയമായും അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചതു തന്നെ. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചതു തന്നെ. ഏത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നാട്ടുകാർ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അത്? ഖുർആനാണ് എന്നാണ് പറയുന്നത്. ഇത് നിശ്ചയമായും അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെ. ഇത് 13 കൊല്ലം മുഹമ്മദ് അവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, ഒരു പടച്ചോന് അയാളൊരു പുസ്തകം കൊടുത്തയച്ചിട്ട് ആ പുസ്തകം പടച്ചോൻ കൊടുത്തയച്ചതാണ് എന്ന് പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പുസ്തകത്തിൻ്റെ പകുതിയിലേറെ വാക്യങ്ങൾ ഇത് പടച്ചോൻ കൊടുത്തയച്ചതാണ് എന്ന് പറയാൻ വേണ്ടി ചിലവാക്കി നീക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ആ പുസ്തകം പടച്ചോൻ കൊടുത്തയച്ചതല്ല എന്ന് കോമൺ സെൻസുള്ള ഒരാൾ കൊടുത്തയച്ചതല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പടച്ചോൻ ഒരു പുസ്തകം ഇറക്കുമ്പോൾ ആ പുസ്തകത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പുസ്തകത്തിൻ്റെ ഓതർ ഇന്നയാളാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. തുടക്കത്തിൽ ആമുഖമായിട്ട് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അവസാനം ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ആവർത്തനം തന്നെ മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെ ഇത് ഉറപ്പിക്കാൻ വേണ്ടി കിടന്നിരുന്ന ഒരുതരം അഭ്യാസമായിരുന്നുവെന്നും മനസ്സിലാക്കുക. കാരണം മുഹമ്മദിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ആളുകളുടെ എതിർപ്പ് വരുമ്പോൾ സംശയം തോന്നിയിരുന്നത് ഞാൻ ഈ പറയണമൊക്കെ തന്നെ ശരി തന്നെയാണോ, പടച്ചോൻ തന്നെയാണോ എന്ന്. അപ്പോൾ ആ സംശയം ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജിബ്രീലിൻ്റെ പേരിൽ മുഹമ്മദ് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആവർത്തനങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണം. 193. നസല ബിഹി റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ അതും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ് റൂഹുൽ അമീൻ? വിശ്വസ്തനായ റൂഹ്, ആത്മാവ്. ഖുർആനിലത് പറഞ്ഞിട്ടില്ല. അവിടെയും നാട്ടുകാർ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ജിബ്രീലാണെന്ന് പോലും ഒന്ന്. ഇങ്ങനെയാണ് ഖുർആനിൽ. ആ ഖുർആനിനെ കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് കോമഡി, അതുകൂടെ ഞാൻ പറയാം. ഏത് കാര്യത്തിലും എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ നാട്ടുകാരെങ്കിലും വന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് അത് ഇന്നതാണെന്ന് പറയണം, അല്ലെങ്കിൽ വേറൊരു വ്യാഖ്യാനം കൊണ്ടുവന്നിട്ട് പറഞ്ഞു തരണം. അപ്പോൾ ഖുർആനിൽ ഒരു വാക്യം നമ്മൾ വായിച്ചാൽ ആ വാക്യത്തിൻ്റെ അർത്ഥത്തിനൊരു പൂർണ്ണത പോലും നമുക്ക് കിട്ടില്ല. അർത്ഥത്തിന് പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് നാട്ടുകാരെന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് തന്നെയാണ് ഖുർആൻ തലയ്ക്ക് വെളിവുള്ള ഒരാൾ കൊടുത്തയച്ചതല്ല എന്നുള്ളതിൻ്റെ ഭാഷാപരമായിട്ടുള്ള ഏറ്റവും വലിയ തെളിവ്. ഇനി ഈ വിശ്വസ്തനായ ആത്മാവ് എന്ന് പറഞ്ഞത് ജിബ്രീലാണ് എന്ന് പറയുന്നുണ്ട്. ഖുർആന് പടച്ചോൻ കൊടുത്തയച്ചതാണ്, അത് ജിബ്രീൽ അതും കൊണ്ട് ഇറങ്ങിയതാണ് എന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. ജിബ്രീൽ എന്ന് പറഞ്ഞിട്ടില്ല. നിൻ്റെ ഹൃദയത്തിൽ. ആര്? ജിബ്രീൽ ഇറങ്ങുന്നത് നിൻ്റെ ഹൃദയത്തിലാണ്. എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത്? നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി. ഇതാണ് 13 കൊല്ലം മക്കയിൽ മുഹമ്മദ് ആവർത്തിച്ചു കൊണ്ടേയിരുന്ന കാര്യങ്ങളാണ് ഈ 3 വാക്യങ്ങളിൽ പറഞ്ഞത്. ഇത് പടച്ചോൻ കൊടുത്തയച്ചതാണ്, ഇതും കൊണ്ടുവരുന്നത് ജിബ്രീലാണ്, ഇത് നിന്നെ താക്കീതുകാരനാക്കാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കി തന്നതാണ് എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ജിബ്രീൽ ഹൃദയത്തിലേക്കുണ്ട് ഇറങ്ങി എന്നാണ് പറയുന്നത്. ഈ മുഹമ്മദ് നബീൻ്റെ ഹൃദയത്തിൽ ജിബ്രീൽ പണ്ടേ ഇറങ്ങിയിട്ടുണ്ട്. നബി ആകുന്നതിന്, പ്രവാചകനാകുന്നതിന് മുമ്പ് ഒരിക്കൽ ഇറങ്ങിയിട്ട് ഹൃദയമൊക്കെ കീറി അവിടെയുള്ള കറുത്ത സാധനമൊക്കെ കളഞ്ഞ് സംസം വെള്ളം കൊണ്ട് കഴുകി ഓപ്പറേഷനൊക്കെ ചെയ്ത് പോയി എന്ന് പറയുന്ന ഹദീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ചിന്തകളും നന്മയും തിന്മയും ഒക്കെ കുടികൊള്ളുന്നത് എന്ന പണ്ടത്തെ മനുഷ്യരുടെ വിശ്വാസം തന്നെയാണ് ഇതിനെപ്പറ്റി പടച്ചോൻ എന്ന് പറയുന്ന ചങ്ങാതിക്കും ഉണ്ടായിരുന്നത്. കാരണം മൂപ്പർക്കും ഹൃദയം എന്താണ്, തലച്ചോറ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ബയോളജി ഒന്നും അറിയില്ലായിരുന്നു, സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ട്. അടുത്തത് സ്പഷ്ടമായ അറബി ഭാഷയിൽ ബിലിസാനിൻ അറബിയും മുബീൻ. ഏത്? ഈ ഖുർആനെ സ്പഷ്ടമായ അറബി ഭാഷയിലാണ് ഇറങ്ങിയത് എന്നാണ് അവകാശവാദം. പക്ഷേ ഇതിൻ്റെ സ്പഷ്ടത ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 വാക്യങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു. നിശ്ചയമായും അതിറങ്ങി എന്ന് പറഞ്ഞു കൊടുത്ത് ഏതിറങ്ങി എന്നുള്ളത് നാട്ടുകാർ വന്ന് പറഞ്ഞു തന്നിട്ട് വേണം. പിന്നെ വിശ്വസ്തനായ ആത്മാവ് ഹൃദയത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞതിന് നാട്ടുകാർ പറഞ്ഞു തന്നിട്ട് വേണം അത് ജിബ്രീലാണെന്ന് മനസ്സിലാക്കാൻ. ഈ ഹൃദയത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതിന് മനസ്സ്
മനസ്സിലേക്ക് അവതരിപ്പിച്ചു എന്നാണ് അർത്ഥം എന്നൊക്കെ നമ്മൾ ഊഹിച്ചുണ്ടാക്കിയിട്ട് വേണം. അങ്ങനെയുള്ള ഒരു ഭാഷയെക്കുറിച്ചാണ് പറയുന്നത് അറബി മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിൽ എന്ന്. ഖുർആൻ്റെ ഭാഷ എത്രത്തോളം സ്പഷ്ടമാണ് എന്നറിയാൻ ഇതേ അധ്യായത്തിൽ ഇനി നമ്മൾ തുടർന്ന് വായിക്കാൻ പോകുന്ന 197 വ്യാഖ്യാനത്തിൽ അമാനി മൗലവി പറഞ്ഞൊരു ഖണ്ഡിക ഞാൻ പിന്നീട് വായിക്കാം. അപ്പോൾ മനസ്സിലാവും എത്രത്തോളം സ്പഷ്ടമാണ് ഭാഷ എന്ന്. 196 വാക്യം വായിക്കാം. നിശ്ചയമായും അത് മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഏത് ഖുർആനാണോ അതോ ഇനി ഈ ഖുർആനിൽ പറയുന്ന ഏതെങ്കിലും കാര്യമാണോ ഒന്നും വ്യക്തമല്ല. ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അതറിയാമെന്നുള്ളത് ഇവർക്കൊരു ലക്ഷണമാകുന്നില്ലേ? ഏതറിയാം? അതിനെക്കുറിച്ചാണ് അമാനി മൗലവി ഇവിടെ പറയുന്നത്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് ഇവിടെ അത് മുൻഗാമികളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞതും അത് ഇസ്രായേൽ സന്തതികളായ പണ്ഡിതന്മാർക്ക് അറിയാമെന്ന് ഇവർക്കറിയാമെന്നും പറയുന്നത് ഏതാണ് ഈ അത് എന്താണെന്ന് ഖുർആനിൽ വ്യക്തമല്ല. അതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തെക്കുറിച്ച് പറയുന്നത് നോക്കുക. സ്പഷ്ടമായ ഭാഷയിൽ ഇറങ്ങിയ ഖുർആന് വ്യാഖ്യാതാക്കൾ കയറുന്ന ഉരുളുന്ന കാഴ്ച കാണാം. ഞാൻ വായിക്കാം. 197 വചനത്തിലെ യഅലമഹു എന്ന വാക്കിനാണ് അതറിയും എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. അത് എന്ന സർവനാമം കൊണ്ട് ഉദ്ദേശ്യം ഖുർആനാണെന്നും നബിയാണെന്നും വരാവുന്നതാണ്. നബിയാണെന്ന് വെക്കുമ്പോൾ അദ്ദേഹത്തെ അറിയും എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്. ഉദ്ദേശം ഈ രണ്ടിലേതായാലും സാരത്തിൽ രണ്ടും ഒന്ന് തന്നെ. കാരണം നബിയും ഖുർആനും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഒന്നിൻ്റെ നിഷേധവും സ്വീകരണവും മറ്റേതിന് ബാധകമാകുന്നതുമാണല്ലോ. നബിയും ഖുർആനും ഒന്ന് തന്നെയാണെന്നുള്ളത് ശരിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഖുർആൻ്റെ സത്യതയ്ക്കുള്ള തെളിവും നബിയുടെ സത്യതയ്ക്കുള്ള തെളിവും ഒന്ന് തന്നെ. അപ്പോൾ ഇവിടെ പൂർവികരുടെ വേദഗ്രന്ഥത്തിൽ അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏതാണ് എന്നതിൻ്റെ വിശദീകരണമാണ്. അത് ഖുർആനാണ് എന്നോ ഖുർആനിനെ സംബന്ധിച്ചാണെന്നോ നബിയെ സംബന്ധിച്ചാണെന്നോ ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചാണോ എന്നൊന്നും വ്യക്തമല്ലാത്തത് കൊണ്ട് മുഫസ്സിറുകൾ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് പറഞ്ഞാലും അതൊക്കെ ഒത്തുപോകും എന്ന് പറഞ്ഞിട്ട് ഉരുളാണ് ഇവിടെ. അപ്പോൾ സ്പഷ്ടമായ ഭാഷ ഏറെക്കുറെ പിടികിട്ടിയില്ലേ? ഖുർആൻ്റെ സത്യതയ്ക്കുള്ള തെളിവും നബിയുടെ സത്യതയ്ക്കുള്ള തെളിവും ഒന്ന് തന്നെ. ഖുർആൻ്റെ സത്യതയില്ലായ്മയ്ക്കുള്ള തെളിവാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം. ഈ വൈരുദ്ധ്യങ്ങളും ഈ അവ്യക്തതകളും ഈ അർത്ഥമില്ലായ്മകളും ഒക്കെ നമുക്ക് തരുന്നത് ഖുർആൻ സത്യമല്ല എന്നതിൻ്റെ തെളിവുകളാണ്. ഖുർആൻ്റെ വ്യക്തമായ സിദ്ധാന്തങ്ങൾക്കും പ്രസ്താവനകൾക്കും എതിരായി ബൈബിളിൽ പലതും കാണാം. അതുമായി യോജിക്കുന്ന ചില വശങ്ങളും അതിലുണ്ട്. അതുകൊണ്ടാണ് വേദക്കാർ പറയുന്നത് നിങ്ങൾ സത്യമാക്കുകയും അസത്യമാക്കുകയും ചെയ്യരുത് എന്ന് നബി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോവുകയാണ്. വേദക്കാർ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വേദക്കാരുടെ കയ്യിലുള്ള കിതാബിൽ ഇപ്പോൾ തിരഞ്ഞു നോക്കിയാൽ ഇതൊന്നും കാണില്ല. ഒരു കൈ കടത്തിയിട്ടുണ്ട്, ഒരു അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമഡികളാണ് പിന്നെ വരുന്നത്. നിശ്ചയമായും അത് മുൻഗാമികളുടെ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതിൽ യഥാർത്ഥത്തിൽ അർത്ഥം അതൊന്നുമല്ല. മുഹമ്മദ് നബിക്ക് ഈ കഥകൾ ഇപ്പം ഇതുവരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെച്ച കഥകളുണ്ടല്ലോ, ഈ കഥകളെല്ലാം മുഹമ്മദ് നബിക്ക് കിട്ടിയത് വേദക്കാരുടെ കിതാബിൽ നിന്നാണ്. കാരണം മുഹമ്മദ് നബിക്ക് വേദക്കാരായ കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഖദീജയുടെ അമ്മാവനായിട്ടുള്ള വറക്കത്ത് ബിനു നൗഫൽ വേദം പഠിച്ച ആളായിരുന്നു. അതുപോലെ അവിടെ കൊല്ലപ്പണിക്കാരനായിട്ടുള്ള ഒരു ജബർ വേദം പഠിച്ച ആളായിരുന്നു. അപ്പോൾ അവരെടുത്തൊക്കെ പോയി ഇരുന്നിട്ട് ഈ കഥകളെല്ലാം കേട്ട് മുഹമ്മദ് പഠിച്ചത് വേദക്കാരുടെ ഗ്രന്ഥത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ്. വേദക്കാരുടെ ഗ്രന്ഥത്തിൽ നിന്നും മോഷ്ടിച്ചു എന്ന അർത്ഥത്തിലാണ് നിശ്ചയമായും അത് മുൻഗാമികളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞ കെട്ടുകഥകളെയാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ മുഹമ്മദ് നബിയാണോ ഖുർആനാണോ ഈ ഖുർആനിലൂടെ മുഹമ്മദ് പറഞ്ഞ കെട്ടുകഥകളാണോ എന്നൊന്നും ഖുർആൻ വായിച്ചാൽ വ്യക്തമല്ല. സ്പഷ്ടമായ ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ട് ഉള്ളത് എന്നും ഇതേ ഖുർആനിൽ ഇതേ വാക്യങ്ങളുടെ ഇടയിൽ പറയുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അതറിയാമെന്നുള്ളത് ഇവർക്ക് ഒരു ലക്ഷ്യമാകുന്നില്ലയോ? ഏത് പണ്ഡിതന്മാർക്കാണ് അത് അറിയാമായിരുന്നത്? മുഹമ്മദിനോട് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയും മുഹമ്മദിൻ്റെ ലക്ഷണശാസ്ത്രമൊക്കെ നോക്കിയിട്ട് മുഹമ്മദ് പ്രവാചകനാണ്, മുഹമ്മദിന് ഇങ്ങനെ വരുന്നത് ജിബ്രീലാണ്, മുഹമ്മദിന് ഈ വരുന്നതൊക്കെ ദൈവത്തിൻ്റെ വേദമാണ്, അത് പൂർവ്വവേദങ്ങളിലുള്ള അതുപോലെ തന്നെയുള്ള അതേ പാറ്റേണിൽ വരുന്ന ഒരു ദൂതൻ തന്നെയാണ് എന്നൊക്കെ മുഹമ്മദിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ഖദീജയും വറക്കത്ത് ബിനു നൗഫലും ഈ പറയുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അവർക്കും ഇതറിയാമല്ലോ എന്നത് തെളിവായിട്ട് മക്ക മുശ്രിക്കുകളുടെ മുമ്പിൽ മുഹമ്മദ് അവതരിപ്പിക്കുകയാണ്. എത്ര ബാലിശമാണ് എന്ന് നോക്കും. മുഹമ്മദിനെ ഈ
കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പിരികേറ്റിയ ആൾക്കാരുടെ അടുത്തേക്ക് തന്നെയാണ് മുഹമ്മദ് മക്കക്കാരെ പറഞ്ഞയക്കുന്നത് തെളിവിന് വേണ്ടിയിട്ട്. എന്നാൽ ഈ പൂർവ്വഗ്രന്ഥങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്? പൂർവ്വഗ്രന്ഥങ്ങൾ അവയുടെ സാക്ഷാൽ രൂപത്തിൽ ഇന്ന് നിലവിലുള്ള അമാനി മൗലവിയുടെ വാക്കുകളാണ്. പൂർവ്വഗ്രന്ഥങ്ങൾ അവയുടെ സാക്ഷാൽ രൂപത്തിൽ ഇന്ന് നിലവിലില്ല. യാതൊരു തരത്തിലുള്ള മാറ്റത്തിനോ കൈകടത്തലിനോ വിധേയമാകാത്ത ഭാഗം ഏതെങ്കിലും അവയിൽ ശേഷിപ്പുണ്ടോ എന്ന് പോലും തീർത്തു പറയുവാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ അള്ളാഹു വേദം കൊടുത്തയച്ചാൽ സംരക്ഷിക്കും എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അള്ളാഹു 1,24,000 കിതാബുകളുമായിട്ട് ദൂതന്മാരെ അയച്ചിട്ട് അതിൽ ഒരൊറ്റ കിതാബിൻ്റെ ഒരു പേജ് പോലും അള്ളാഹു സംരക്ഷിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അള്ളാഹു കൈയും കെട്ടി നോക്കിയിരിക്കുകയും നാട്ടുകാരെല്ലാം ഈ കിതാബുകൾ കേടുവരുത്തുമ്പോൾ കൈ അടത്തിയിട്ട് കേടുവരുത്തുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പുസ്തകം നാട്ടുകാർക്ക് കൈയെടുത്തി കേടുവരുത്തുമ്പോൾ ദൈവം കൈയും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു. ആ അള്ളാഹു പിന്നെ എങ്ങനെയാണ് ഈ ഖുർആൻ മാത്രം സംരക്ഷിക്കും എന്ന് പറയുന്നത്? അപ്പോൾ അള്ളാഹു എന്തോ കരുതി കൂട്ടി ഒരു അക്രമം ചെയ്യല്ലേ ചെയ്യുന്നത്? തൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ കൈയടത്തി നാശമാക്കുമ്പോൾ മിണ്ടാതിരുന്നിട്ട് ഒടുക്കത്തെ ഒരു കിതാബ് മാത്രം ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആളുകളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അള്ളാഹുവിന് ഇത് സംരക്ഷിക്കാനുള്ള കഴിവില്ലാതല്ല എൻ്റെ അർത്ഥം. അതല്ല, കഴിവുണ്ടായിട്ടും അള്ളാഹു കരുതി കൂട്ടി അള്ളാഹുവിൻ്റെ കിതാബ് മുഴുവൻ നാശമാക്കാൻ കൂട്ടുനിന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരു ക്രൂര വിനോദക്കാരനും ഒരു എന്തോ കാര്യമായ കുഴപ്പമുള്ള ആളുമാണെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനായാലും നബി ആയാലും ഖുർആനിലെ കഥയായാലും ഇതൊക്കെ പൂർവികരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് പറയുകയും പൂർവികരുടെ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞാൽ അത് കാണാതിരിക്കാൻ കാരണം ഇതൊക്കെ കേടുവരുത്തിയതുകൊണ്ടാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്താൽ പിന്നെ ഈ പറയുന്ന തെളിവിനും സാക്ഷ്യത്തിനും എന്ത് നിലനിൽപ്പാണുള്ളത്? പിന്നെ ഇത് തെളിവായിട്ട് ദൃഷ്ടാന്തമായിട്ട് ഈ ദൈവം ഈ പുസ്തകത്തിൽ എടുത്ത് പ്രയോഗിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അതറിയാം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ സന്തതികളായിട്ടുള്ള പണ്ഡിതന്മാരോട് ഇന്ന് പോയി ചോദിച്ചാലും അന്ന് പോയി ചോദിച്ചാലും അവരെടുത്ത് മുഹമ്മദ് വരുമെന്നതിൻ്റെ യാതൊരു തെളിവും ഇല്ല. എന്നിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ നുണക്കഥകൾ പറയുകയാണ് ചെയ്യുന്നത്. ആ നുണക്കഥകളെക്കുറിച്ച് ഞാൻ വായിക്കാം. പൂർവ്വകഥകളിൽ ഈ പറയുന്ന ബൈബിൾ കഥകളിൽ തൗറാത്തിലും പഴയ നിയമത്തിലും ഒക്കെ ഈ മുഹമ്മദ് വരും അല്ലെങ്കിൽ മുഹമ്മദ് ഖുർആനും കൊണ്ടുവരും എന്നതിൻ്റെ സൂചനയോ തെളിവോ ഉണ്ട് എന്ന അവകാശവാദത്തിന് ഇവർ നിരത്തുന്ന തെളിവുകൾ നോക്കാം. അമാനി മൗലവി എഴുതിയത്, ആവർത്തന പുസ്തകത്തിൽ മൂസാ നബിയോടായി യഹോവ ഇങ്ങനെ പറയുന്നു, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിലാക്കും. ഇത് ഇസ്രായേല്യർക്ക് എന്നാണ്. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തനം 18:18-22 ഇത് അമാനി മൗലവി ഉദ്ധരിച്ചതാണ്. എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞത് മുഹമ്മദ് പ്രവാചകനായി വരും എന്നതിൻ്റെ തെളിവായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുള്ളത് മൂസയുടെ കാര്യങ്ങളെല്ലാം മൂസയുടെ അവസാന കാലത്ത് യോശുവയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നീട് യോശുവയാണ് ഇസ്രായേലൊക്കെ പിടിച്ചടക്കിയിട്ട് പരിപാടികൾ നടത്തുന്നത്. ആ യോശുവയ്ക്ക് ഒരു പ്രവാചകൻ്റെ പദവി ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ ബൈബിളിൽ ഈ പറയുന്ന വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെയും മറ്റു പ്രവാചകന്മാരുടെയും ഒക്കെ വരവുമായിട്ട് ബന്ധപ്പെടുത്തിയും അവർ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞ പ്രവാചകന്മാർ അവിടെയൊന്നും അറബി ഭാഷയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ പ്രവാചകനായി വരുമെന്ന് പറയുന്നില്ല. അല്ലാത്ത പ്രവാചകന്മാർ തന്നെ കുറേ വരാനുണ്ടായിരുന്നു അവർക്ക്. അവരെയൊക്കെ കുറിച്ചാണ് മോശെ ഇത് പറഞ്ഞതായിട്ട് ബൈബിളിൽ ഉള്ളത്. അവിടെ യോശുവയെക്കുറിച്ച് പറഞ്ഞത് പ്രവചനങ്ങളുണ്ട്, യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളുണ്ട്. ഇതൊക്കെയാണ് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്. അല്ലാതെ മുഹമ്മദ് എന്ന ഒരാൾ അറേബ്യയിൽ അറബി ഭാഷയിൽ ഒരു ഖുർആനും കൊണ്ടുവരും എന്ന് പൂർവികരുടെ വേദഗ്രന്ഥങ്ങളിൽ എവിടെയും ഒരു സൂചന പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഖുർആൻ അനുസരിച്ച് മറ്റവരുടെ വേദഗ്രന്ഥത്തിൽ കൈ കടത്തിയിട്ട് ഇവരുണ്ടാക്കുകയാണ്.
മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കാൻ പോയ ആൾക്കാർക്ക് ഭീമമായ അമളി പോലും പറ്റിയിട്ടുണ്ട്. ബൈബിളിലെ ഒരു പ്രയോഗം, ലോകത്തിൻ്റെ പ്രഭു വരും എന്ന് പറഞ്ഞൊരു പ്രവചനമുണ്ട് ബൈബിളിൽ. ആ ലോകത്തിൻ്റെ പ്രഭു എന്നത് ബൈബിൾ ഉദ്ദേശിക്കുന്നത് സാത്താനാണ്, ചെകുത്താനാണ്. ആ ചെകുത്താനെ പോലും പിടിച്ചുകൊണ്ടുവന്നിട്ട് ഞങ്ങളെ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച മണ്ടന്മാർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ കേരളത്തിൽ ഇവർ പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ബൈബിളിൽ ഇങ്ങനെ ഞങ്ങളെ നബി വരും എന്ന് പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് ഞങ്ങളെ നബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. ആ ലോകത്തിൻ്റെ പ്രഭു എന്ന പ്രയോഗം ചെകുത്താനെക്കുറിച്ചുള്ള, സാത്താനെക്കുറിച്ചുള്ള പ്രയോഗമാണ്. അത് സത്യത്തിൽ അമളിയാണ് ഇവർക്ക് പറ്റിയതെങ്കിലും അറിയാതെ ഇവർ പറഞ്ഞു പോയത് വസ്തുതയാണ്. കാരണം മുഹമ്മദിൻ്റെ ലക്ഷണങ്ങളും മുഹമ്മദിൻ്റെ ഖുർആൻ്റെ ലക്ഷണങ്ങളും മുഹമ്മദ് പിന്നീട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് ലോകത്തിൻ്റെ പ്രഭുവായി വന്ന ആൾ തന്നെയാണ്, സാത്താനായിട്ട് വന്ന ആൾ തന്നെയാണ് എന്ന് ക്രിസ്ത്യാനികൾ ഇന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ഇനി മുഹമ്മദ് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് മുഹമ്മദ് പറയുന്ന ഈ അള്ളാഹു എന്ന ദൈവം, ഈ ബൈബിളിൽ പറയുന്ന ദൈവം അള്ളാഹു അല്ല കേട്ടോ, അത് യഹോവ വേറെ ദൈവമാണ്. അങ്ങനെ അള്ളാഹു തന്നെയാണ് അത് ഇറക്കിയതെങ്കിൽ ദൈവത്തിൻ്റെ പേര് പോലും മാറ്റേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ഇനി മുഹമ്മദ് പറയുന്ന ഒരാൾ പ്രവാചകനായിട്ട് വരാനുണ്ട് എന്ന് പ്രവചനമായിട്ട് പറയാൻ ഈ ദൈവം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. അറബി ഭാഷയിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകവുമായിട്ട് മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ മക്കയിൽ ഇന്ന നൂറ്റാണ്ടിൽ ഇന്ന കാലത്ത് വരും എന്ന് കൃത്യമായിട്ട് പറയാൻ എന്താ ഈ പഠിച്ചവന് നാവ് പൊന്തില്ലേ? എന്നാൽ പിന്നെ ഈ പറഞ്ഞ സംശയങ്ങൾക്ക് വല്ല ഇടയുണ്ടോ? മക്കാർ പോലും അങ്ങനെ ഒരു പ്രവചനം ബൈബിളിലുണ്ടായിരുന്നെങ്കിൽ മക്കയിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ മുഹമ്മദ് വരുന്നതോട് കൂടിയിട്ട് തന്നെ ചുവപ്പ് പരവതാനി വിരിച്ച് മുഹമ്മദിനെ സ്വാഗതം ചെയ്യുമായിരുന്നില്ലേ? പക്ഷെ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അങ്ങനെ അറബി ഭാഷയിൽ ഒരു കിതാബും കൊണ്ട് അറേബ്യയിൽ ഒരു പ്രവാചകൻ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ 7-ാം നൂറ്റാണ്ടിൽ കടന്നു വരും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവരവിടെ പ്രവാചകന്മാർ വരും എന്ന് പറഞ്ഞത് പിന്നീട് വന്ന യേശുവിനെക്കുറിച്ചും യോശുവയെക്കുറിച്ചും അതുപോലെയുള്ള ആൾക്കാരെക്കുറിച്ചുമാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊന്നും അല്ലാതെ അറേബ്യയിൽ വരാൻ പോകുന്ന ഒരു പ്രവാചകനാണെങ്കിൽ അത് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ഈ കുഴപ്പമില്ലാതെ ആശയ വ്യക്തതയോടുകൂടി അർത്ഥ വ്യക്തതയോടുകൂടി അങ്ങോട്ട് പറഞ്ഞാൽ പോരെ ദൈവത്തിന്. അത് പറയാതെ ഇങ്ങനെ ഒളിച്ച് കടത്തിയിട്ട് ഉരുണ്ട് കളിക്കേണ്ട എന്താ ആവശ്യമാണ് ഒരു ദൈവത്തിനുള്ളത്? അപ്പോൾ ദൈവം മനുഷ്യനെ നന്നാക്കണമെന്നോ മനുഷ്യർക്ക് എന്തെങ്കിലും വിവരം കൊടുക്കണമെന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ ഇങ്ങനെ വെറുതെ ഇടങ്ങാറാക്കണം, മനുഷ്യനെ കൂടുതൽ തെറ്റിദ്ധാരണകളിലേക്കും അബദ്ധങ്ങളിലേക്കും ചാടിച്ചിട്ട് മനുഷ്യനെ പിടിച്ചുകൊണ്ട് നരകത്തിലിടണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ക്രൂക്കഡായിട്ടുള്ള, വളരെ ക്രൂര വിനോദക്കാരനായിട്ടുള്ള ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരാളായിരുന്നു ഈ ദൈവം എന്നല്ലേ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നേരെ ചൊവ്വേ അങ്ങ് പറഞ്ഞാൽ പോരെ മുഹമ്മദ് വരും ഇന്ന നൂറ്റാണ്ടിൽ ഇന്ന പേരിൽ ഇന്ന കിതാബും കൊണ്ട് എന്ന് പറഞ്ഞാൽ പോരെ. ഈ പൂർവ്വവേദങ്ങളൊക്കെ കൊടുത്തയച്ച അതേ പടച്ചോൻ തന്നെയാണ് ഇത് കൊടുത്തയച്ചതെങ്കിൽ 198-ാമത്തെ വാക്യം, അനറബികളിൽ ചിലരുടെ മേൽ നാം അത് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്നിട്ട് അവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്താൽ അവർ അതിൽ വിശ്വസിക്കുന്നവരായിരിക്കയില്ല. അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ നാം അത് കടത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അറബികളല്ലാത്ത ആരുടെയെങ്കിലും മേൽ ഞാൻ ഈ ഖുർആൻ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരതിൽ വിശ്വസിക്കുമായിരുന്നില്ല. ആരാ പറയുന്നത്? പഠിച്ചവനാണ് പറയുന്നത്. അപ്പോൾ അറബിയിൽ കൊടുത്തയച്ചാലും വിശ്വസിക്കൂല, അറബി അല്ലാത്ത ഭാഷയിൽ കൊടുത്തയച്ചാലും വിശ്വസിക്കില്ല എന്ന് പഠിച്ചവൻ തന്നെ പറയാണ്. എന്താ വിശ്വസിക്കാതിരിക്കാൻ കാരണം? അതാണ് 200-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ നാം അത് കടത്തിയിരിക്കുകയാണ്. ഏതാണ് കടത്തിയിരിക്കുന്നത് എന്ന് തഫ്സീറുകളിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മക്കയിലെ മുഴുവൻ ഖുറൈശി പ്രമാണിമാരെ ഉദ്ദേശിച്ചാണ് അന്ന് പറഞ്ഞതെങ്കിൽ തഫ്സീർ എഴുതിയ ആൾക്കാർ തഫ്സീർ എഴുതുമ്പോഴേക്ക് കാലം കുറേ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇസ്ലാമൊക്കെ വളർന്നു പോയി. ഈ മക്കക്കാർ മുഴുവൻ ഇസ്ലാമിലേക്ക് ചേർന്ന് ഇസ്ലാമിൻ്റെ നേതാക്കന്മാരായിട്ട് മാറി അവരുടെ ഭരണത്തിന് കീഴിൽ ഇരിക്കുമ്പോഴാണ് ഈ ഖുർആനും തഫ്സീറും ഹദീസും ഒക്കെ എഴുതപ്പെടുന്നത്. അങ്ങനെയുള്ള കാലത്ത് ഇവരെന്ത് ചെയ്തു വെച്ചാൽ, മുഫസ്സിറുകൾ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാം അബൂജഹലിൻ്റെ അയാളുടെ കൂടെ ഉള്ളവരുടെയും അബൂജഹലിലേക്ക് മാത്രം കൊണ്ട് ചുരുക്കി. ഈ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഈ പറഞ്ഞൊക്കെ അബൂജഹലിനെ കുറിച്ച് പറയുന്നതാണ്. അബൂജഹലിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അബൂ സുഫിയാനെക്കുറിച്ച്, വലീദിനെക്കുറിച്ച്, അങ്ങനെ മക്കയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെക്കുറിച്ചും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിൻ്റെ ഖലീഫമാരും ഗവർണർമാരും ഒക്കെ ആയി മാറിയ ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്.
ഈ പ്രവചനം മുഴുവൻ അവിടെ പൊളിയാണ്. എന്നിട്ട് ആ പ്രവചനം പൊളിഞ്ഞു എന്നുള്ള കാര്യം മറച്ചു വെക്കാൻ വേണ്ടി എല്ലാം അബൂജഹലിൻ്റെ മാത്രം തലയിൽ വെച്ച് കിട്ടുകയാണ്. കാരണം അബൂജഹൽ ഇസ്ലാം വിശ്വസിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളാണ്. അപ്പോൾ അയാളുടെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തുകയാണ് വ്യാഖ്യാതാക്കൾ ചെയ്യുന്നത്. ഇവിടെ കദാലിക സലക്നാഹു ഫീ ഖുലൂബി മുജ്രിമീൻ എന്നാണ്. അപ്രകാരം അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ അത് കടത്തി വിട്ടിരിക്കുകയാണ് എന്ന്. ഏതാണ് കടത്തിയിരിക്കുന്നത്? സലക്നാഹു, അത് കടത്തി വിട്ടിരിക്കുന്നു ഞാൻ. ഏതാണ് കടത്തി വിട്ടിരിക്കുന്നത്? വ്യാഖ്യാതാക്കൾ പറയുന്നത് അവിശ്വാസം കടത്തി വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തിന്മ കടത്തി വിട്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവർക്ക് ഇനി അറബിയിൽ കൊടുത്തയച്ചാലും അനറബിയിൽ കൊടുത്തയച്ചാലും മലയാളത്തിൽ കൊടുത്തയച്ചാലും പൂർവ്വവേദങ്ങളിൽ കൃത്യമായി പറഞ്ഞാലും തെളിവും ദൃഷ്ടാന്തവും കാണിച്ചു കൊടുത്താലും മലക്കുകളെ നേരെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്താലും ഇവരാരും വിശ്വസിക്കുകയില്ല. ഖുർആനിൽ പലയിടത്തും അങ്ങനെയാണ് ആവർത്തിക്കുന്നത്. എന്താണ് കാരണമായിട്ട് പറയുന്നത്? അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ കടത്തിവിട്ടിരിക്കുന്നു അവിശ്വാസം. അപ്പോൾ വിശ്വസിക്കരുത് എന്ന നിർബന്ധം ആർക്കുള്ളത്? മുശ്രിക്കുകൾക്കോ നാട്ടുകാർക്കോ മനുഷ്യന്മാർക്കോ ഒന്നുമല്ല, അള്ളാഹുവിനാണ് നിർബന്ധം. എന്നിട്ട് മൂപ്പര് ഹൃദയത്തിലേക്ക് കടത്തി വിടുകയാണ്. കടത്തി വിട്ടിട്ട് അവിടെ അങ്ങോട്ട് സീൽ ചെയ്യുകയാണ്. അവിടെ സീൽ ചെയ്തിട്ട് അങ്ങോട്ട് ഈമാൻ കടത്തി വിടാതെ മനുഷ്യന്മാരെ മുഴുവൻ പിഴപ്പിച്ച് വിടുന്നത് അള്ളാഹു തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണോ ദൈവം ഇറക്കിയതാണോ അതോ അള്ളാഹുവിൻ്റെ ശത്രുവായ, അള്ളാഹുവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ശത്രുവായ ശൈത്താനോ ഇബ്ലീസോ ഇറക്കിയതാണോ എന്ന് സംശയിക്കേണ്ടി വരില്ലേ? ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വേദനയേറിയ ശിക്ഷ കാണുന്നത് വരേക്കും അവർ അതിൽ വിശ്വസിക്കുകയില്ല. ആര്? അള്ളാഹു കടത്തിവിട്ടത് കാരണം, ഹൃദയങ്ങളിൽ കടത്തിവിട്ടത് കാരണം അവർ വിശ്വസിക്കുകയില്ല. പിന്നെ അവരെപ്പോഴാണ് വിശ്വസിക്കുക? വേദനയേറിയ ശിക്ഷ കടന്നു വരുമ്പോൾ അവർ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ്? അള്ളാഹു അവിശ്വാസം കടത്തിവിട്ട ആൾക്കാർക്ക് വേദന വരുമ്പോൾ വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടും കത്തി കൊണ്ടും തോക്കുകൊണ്ടും ഒരാളെ പേടിപ്പിച്ചിട്ട് നിർബന്ധിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റും. അത് കപട വിശ്വാസമല്ലേ വരിക? അപ്പോൾ ഈ കപട വിശ്വാസം ആവശ്യപ്പെടുകയല്ലേ ഇവിടെ ദൈവം ചെയ്യുന്നത്? ഇനി ദൈവം ഇങ്ങനെ വേദന കൊണ്ട് ശിക്ഷിച്ചിട്ട് മാത്രം ഇവർ വിശ്വസിച്ചാൽ മതിയെന്ന് തീരുമാനിച്ച് അതിനു മുമ്പ് കാര്യം മനസ്സിലാക്കി വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഹൃദയത്തിൽ കടത്തി വിടുകയും ഹൃദയം സീൽ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി? എന്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഈ ദൈവത്തിനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ അവർക്കറിയാത്ത നിലയിൽ പെട്ടെന്ന് അതവർക്ക് വന്നെത്തുകയും അപ്പോൾ അവർ പറഞ്ഞേക്കും ഞങ്ങൾ താമസം നൽകപ്പെടുന്നവരാണോ? ഏത്? ഇവിടെ അത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷയാണെന്നാണ് പറയുന്നത്. ബ്രാക്കറ്റിലേ ഉള്ളൂ, ഇതിനകത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ ശിക്ഷ വരുമ്പോൾ അവർ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്ക് ഒന്നും കൂടെ അവസരം തരുമെന്ന് പറഞ്ഞ് നിലയും വിളിയും കൂടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പേടിപ്പിക്കുന്നത്. അപ്പോൾ ശിക്ഷയുടെ ഭീകരത പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് വിശ്വസിക്കാത്തവരെ. എന്നാൽ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അവരെ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? അവരെ ഹൃദയങ്ങളിൽ അള്ളാഹു കടത്തി വിട്ടിരിക്കുന്നു. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഈയ ഉരുക്കി ഒഴിച്ചിട്ട് അവിടെ കട്ടയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് വേറൊന്നും കയറില്ല, ആ കോലത്തിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. അതേ അള്ളാഹു തന്നെ പിന്നെ അവരെ ശിക്ഷ ഇറക്കിയിട്ട് അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുമെന്നും ഇവിടെ പറയുന്നുണ്ട്. എന്ത് ശിക്ഷയാണ് അള്ളാഹു മക്കക്കാരെ മേലെ ഇറക്കിയത്? ഒരു ശിക്ഷ ഇറക്കിയിട്ടില്ല. ശിക്ഷ ഇറക്കിയത് മുഹമ്മദാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ വാളുകൊണ്ട് വരെ ശിക്ഷിക്കണം എന്നുള്ള ഗൂഢപദ്ധതി ഇതൊക്കെ പറയുമ്പോൾ പതുക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മക്കയിൽ മുഹമ്മദിൻ്റെ ദൗത്യം മുഹമ്മദിനെ ആത്മഹത്യാപരമായ നിരാശയിലേക്ക് തള്ളിവിട്ട ഒരു സന്ദർഭത്തിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ ഇവരോടുണ്ടാവുന്ന പകയും പ്രതികാരവും നിറഞ്ഞു വരുന്നതിൻ്റെ വാങ്മയ ചിത്രങ്ങളാണ് ഖുർആൻ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ശിക്ഷയെപ്പറ്റിയാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അവർ ധൃതി കൂട്ടിയിട്ടുണ്ടെന്നാൽ ശിക്ഷ ഉണ്ടെങ്കിൽ ശിക്ഷ ഇറക്കി എന്ന് പറഞ്ഞാൽ, കാരണം ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ അവർ ശിക്ഷ ഇറക്കാൻ ധൃതി കൂട്ടിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇനി നീ കണ്ടുവോ, കുറേ കൊല്ലങ്ങളോളം നാം അവർക്ക് സുഖഭോഗം നൽകുന്നതായാൽ പിന്നീട് താക്കീത് നൽകപ്പെട്ടു വരുന്നത് അവർക്ക് വരികയും ചെയ്താൽ അവർക്ക് സുഖഭോഗം നൽകപ്പെട്ടിരുന്നത് അവരെ സംബന്ധിച്ച് എന്താണ് ഫലം ചെയ്യുക? ഇതൊക്കെ മുഹമ്മദിൻ്റെ പദ്ധതികൾ പൊളിഞ്ഞതിലുള്ള നിരാശ തീർക്കാൻ വേണ്ടി മുഹമ്മദ് സ്വയം ആശ്വാസം കണ്ടെത്തുന്നതാണ്. ഇവർ സുഖലോലുപരായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്, അവർക്കൊരു ശിക്ഷയും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉള്ള നിരാശ മുഹമ്മദ് ഇങ്ങനെ തീർക്കുകയാണ്. അവരുടെ സുഖഭോഗങ്ങളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ ശരിയാക്കി കൊടുക്കും, അങ്ങനെ പിന്നീട് അവരെ ശിക്ഷിക്കും എന്ന് അള്ളാഹു പറയുന്നതായിട്ട് മുഹമ്മദ് സ്വയം ഇവിടെ
പ്രഖ്യാപിക്കുകയാണ്. ഏതൊരു രാജ്യവും തന്നെ അതിന് മുന്നറിയിപ്പ് നൽകുന്നവൻ ഉണ്ടായിരിക്കാതെ നാം നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ മൂപ്പരുടെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ നാടും നശിപ്പിക്കാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിയിട്ട് അവിടെ പേരിന് ഞാൻ കുറ്റവാളിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു താക്കീതുകാരനെ അങ്ങോട്ട് പറഞ്ഞേക്കുക. പക്ഷേ താക്കീതുകാരൻ വരുന്നതിന് മുമ്പ് തന്നെ താക്കീതുകാരനെ കുലുമാലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളെല്ലാം അവിടെ ചെയ്യും. എന്നിട്ട് താക്കീതുകാരൻ പറയുന്നത് ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരുടെ മുഴുവൻ ഹൃദയത്തിൽ കൊണ്ടുപോയിട്ട് മൂപ്പര് ഈയം ഉരുക്കി പാർന്ന് സീലടിക്കുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ പേരിൽ അവരെ മൂപ്പര് നേരിട്ട് ഇവിടുന്ന് ശിക്ഷിക്കും. നേരിട്ട് ശിക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൂതന്മാരെ കൊണ്ടും ശിക്ഷിപ്പിക്കും. അത് മുഹമ്മദിൻ്റെ കഥയിൽ മാത്രമേ ഉള്ളൂ ദൂതന്മാർ വാളെടുത്ത് ശിക്ഷിക്കുന്നത്. എന്നിട്ട് അതും പോരാത്തതിന് പരലോകത്ത് ചെല്ലുമ്പോൾ അവരെ നിത്യനരകത്തിലിട്ട് കത്തിക്കുകയും ചെയ്യും. എല്ലാം ചെയ്യുന്നത് ഒരേ അള്ളാഹു തന്നെയാണ്. ഉത്ബോധനം എന്ന നിലക്ക് നാം അക്രമം ചെയ്തവരായിട്ടുമില്ല. ഉത്ബോധനം എന്ന നിലക്ക് താക്കീതുകാരനെ അയക്കും, ഞാൻ അക്രമം ചെയ്യുന്നവനല്ല എന്നാണ്. പക്ഷേ അക്രമമാണ് ഈ ചെയ്യുന്നത് മുഴുവൻ എന്ന് ഇവിടെ പറഞ്ഞില്ലേ. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാം ഈ ചെയ്ത മുഴുവൻ അക്രമമാണ് ചെയ്യുന്നത്. ദൈവം ഈ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അക്രമമാണ്. കാരണം ദൈവം ദൂതനെ അയക്കുമ്പോൾ ആ ദൂതൻ പറയുന്നത് കേൾക്കാൻ പാകത്തിന് അവരുടെ മനസ്സിൽ വല്ലതുമൊക്കെ തട്ടിത്തടഞ്ഞ് നിൽക്കണ്ടേ, അതെല്ലാം മാന്തി തുറന്ന് അവരെ അതിന് കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹൃദയങ്ങളിലുള്ള കറകളെല്ലാം കളഞ്ഞ് ശുദ്ധിയാക്കിയിട്ട് അവരെ കൊണ്ടത് മനസ്സിലാക്കിക്കാൻ ചെയ്യാറുണ്ട് നീതിമാനായ ഒരു പഠിച്ചവനാണെങ്കിൽ. പക്ഷേ ഇവിടെ പഠിച്ചവൻ ചെയ്യുന്നത് എന്താണ്? അവർ വിശ്വസിക്കരുത് എന്ന് തീരുമാനിച്ചിട്ട് അവർക്ക് ഇനി എന്ത് ദൃഷ്ടാന്തം കൊടുത്താലും എന്ത് തെളിവ് കൊടുത്താലും അവർ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് കടത്തി വിട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആൾ പറയുകയാണ് ഞാൻ അക്രമമൊന്നും ചെയ്യില്ല എന്ന്. 100% അക്രമമാണ് ഈ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? വമാ തനസ്സലത്ത് ബിഹി ഷയാത്തീൻ, ഇതും കൊണ്ട് പിശാചുക്കൾ ഇറങ്ങുകയുണ്ടായിട്ടില്ല, അവർക്കത് യോജിക്കുകയുമില്ല, അവർക്ക് അത് സാധ്യമാവുകയുമില്ല. നിശ്ചയമായും അവർ കേൾക്കുന്നതിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരാകുന്നു. ഇത് മക്കക്കാർ ഉന്നയിച്ച മറ്റൊരു വിമർശനത്തിനുള്ള മറുപടിയാണ്. മക്കക്കാർ മുഹമ്മദിനെ കുറിച്ച് പല ആരോപണങ്ങളും പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു മുഹമ്മദിന് ചെകുത്താൻ ബാധിച്ചതാണ് എന്ന്. ചെകുത്താനാണ് മുഹമ്മദിൻ്റെ ഈ വെളിപാടുകളെല്ലാം ഇറക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണിത്. എന്താ മറുപടി? ഇതും കൊണ്ട് ചെയ്ത്താന്മാരിറങ്ങിയിട്ടില്ല, അവർക്കത് യോജിക്കുകയില്ല, അവർക്കത് സാധ്യമാകുന്നതുമല്ല. നിശ്ചയമായും അവർ കേൾക്കുന്നതിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരാകുന്നു. എന്നാൽ ഇവിടെയുണ്ട് കോമഡി. ഇവിടെ എന്താണ് കോമഡി എന്ന് വെച്ചാൽ ചെയ്ത്താന്മാർ ഇറങ്ങുമെന്നും ചെയ്ത്താന്മാർ ആയത്തുകൾ ഇറക്കുമെന്നും ചെയ്ത്താന്മാർ എല്ലാ പ്രവാചകന്മാരും ആയത്തുകൾ ഇറക്കുമ്പോൾ അതിൽ കുത്തിത്തിരികെ ആയത്തുകൾ ഇറക്കിയിരുന്നു എന്നും ഇതേ ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ചെയ്ത്താന്മാർക്ക് ആയത്ത് ഇറക്കാൻ കഴിയൂല, അവർക്കതിന് യോജിക്കൂല, അവർക്കതിന് സാധ്യമാവില്ല, അവരങ്ങനെ ചെയ്യൂല എന്നൊക്കെയാണ്. പക്ഷേ ഇതേ ഖുർആനിൽ ഈ ചെയ്ത്താന്മാർ പണ്ടേ പതിവാണ് ആയത്തിറക്കൽ എന്നും പറയുന്നുണ്ട്. അത് പറയുന്ന സന്ദർഭം ഒരിക്കൽ നബി ആയത്തിറക്കി, ചെയ്ത്താന് വേണ്ടിയിട്ട് ആയത്തിറക്കി എന്ന കഥ അവിടെ ഉണ്ട്. ആ കഥയുടെ കൂടെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അന്ന് മുഹമ്മദിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ബേജാറാവണ്ട, ചെയ്ത്താന്മാർക്ക് ഇത് പണ്ടേ പതിവുണ്ട്, എല്ലാ നബിമാരും ആയത്തിറക്കുമ്പോൾ ചെയ്ത്താന്മാരും വന്ന് ആയത്തിറക്കിയിരുന്നു എന്ന് ഇതേ ഖുർആനിൽ പറയുന്നു. അതേ ഖുർആനിലാണ് പറയുന്നത് ചെയ്ത്താൻ ആയത്തിറക്കാൻ കഴിയൂല, ചെയ്ത്താൻ അതിനൊന്നുള്ള കഴിവില്ല, ചെയ്ത്താൻ അതിനൊന്നും സാധ്യമല്ല. എന്തൊരു വിരോധാഭാസമാണ് ഈ സാധനം എന്നാലോചിച്ച് നോക്ക്. ഇവിടെ ചെയ്ത്താന്മാർ ആയത്ത് ഇറക്കി എന്ന് മക്കക്കാർ പറഞ്ഞതിനുള്ള വല്ല മറുപടി ഇതിലുണ്ടോ? ചെയ്ത്താന്മാരാണ് ആയത്തിറക്കിയത് എന്ന് പറഞ്ഞ് ചെയ്ത്താൻ മുഹമ്മദിൽ ചെകുത്താൻ ബാധിച്ച് മുഹമ്മദ് ചെകുത്താൻ്റെ പ്രേരണയാൽ എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് എന്നാണ് മക്കക്കാർ ഉന്നയിച്ച ആരോപണം. അതിന് ദൈവം മറുപടി, സർവശക്തനും സർവജ്ഞാനിയായ ദൈവം പറയുന്ന മറുപടി എന്താണ്? ചെയ്ത്താന്മാരെ കൊണ്ട് അതിനൊന്നും കഴിയൂല. ചെയ്ത്താന്മാരെ കൊണ്ട് കഴിയുമെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ ഖുർആൻ. കാരണം ഈ ഖുർആനിൽ തന്നെ ചെയ്ത്താന്മാർക്ക് കഴിയുമെന്നുള്ളതിൻ്റെ തെളിവുണ്ട് എന്ന് മാത്രമല്ല, ഈ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളും ഒരു ദൈവത്തിന് യോജിക്കാത്തതാണ്. ഇവിടെ ചെയ്ത്താന് യോജിക്കൂല എന്നാണ് പറയുന്നത്. പക്ഷേ ചെയ്ത്താന് യോജിക്കുന്നതും ദൈവത്തിന് യോജിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച കാര്യങ്ങൾ പോലും. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തിന്മ കടത്തിവിടുമെന്നും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അവിശ്വാസം കടത്തിവിടുമെന്ന് പറയുന്നത് ദൈവമാണോ പിശാചാണോ? അത് പിശാചിൻ്റെ പണിയല്ലേ.
മനുഷ്യൻ വിശ്വസിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അതും ഇതും കടത്തി വിടുക എന്നുള്ളത് ചെയ്ത്താൻ്റെ പണിയാണ്. അത് ഞാനാണ് ചെയ്യുന്നത് എന്ന് ഈ ഖുർആനിൽ പറഞ്ഞാൽ അത് ചെയ്ത്താൻ പറഞ്ഞതാണോ പടച്ചോൻ പറഞ്ഞതാണോ? അപ്പോൾ ചെയ്ത്താൻ പറഞ്ഞതാണ് എന്ന് ഇവർ മതക്കാർ ആരോപിക്കാൻ കാരണം ഒരു ചെയ്ത്താൻ മാത്രം പറയേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ്. അതേ ഖുർആനിൽ ചെയ്ത്താൻ പറയും എന്നും പറയുന്നു, ചെയ്ത്താനെ കൊണ്ട് പറയാൻ കഴിയില്ല എന്നും പറയുന്നു. ഈ വൈരുദ്ധ്യത്തെയും അന്നത്തെ മക്കാർ പരിഹസിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആരും പരിഹസിക്കില്ലേ? ഇനി നിശ്ചയമായും അവർ കേൾക്കുന്നതിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരാകുന്നു. അത് അതിനേക്കാളും വലിയ കോമഡിയാണ്. ചെകുത്താന്മാർ കേൾക്കുന്നതിൽ നിന്ന് അകറ്റപ്പെട്ടവർ തന്നെയാണ് എന്ന ഈ 212 വാക്യത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് കൂറ്റനാടിൻ്റെ തഫ്സീറിലും അമാനി തഫ്സീറിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരേ കാര്യങ്ങളാണ്. ഞാൻ വായിക്കാം. ഖുർആനെ പറ്റി സത്യനിഷേധികൾ പുറപ്പെടുവിച്ച ആരോപണങ്ങളിൽ ഒന്ന് അത് പിശാചിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നായിരുന്നു. അതിൻ്റെ ഖണ്ഡനമാണിത്. പിശാച് ഖുർആൻ കൊണ്ടുവന്നിട്ടില്ല എന്നതിന് 3 തെളിവുകളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, അത് അവരുടെ സ്ഥിതിയോട് യോജിച്ചതല്ല. പിശാചിൻ്റെ പ്രകൃതിയും ഉദ്ദേശ്യ ലക്ഷ്യവും തിന്മയും ദുർമാർഗവും മനുഷ്യനെ വഴിപിഴപ്പിക്കലുമാണ്. ഖുർആൻ ആവട്ടെ സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത്. 2, ഇനി മേൽ പറഞ്ഞ പൊരുത്തക്കേട് ഇല്ലെന്ന് സങ്കല്പിച്ചാലും അവർക്കതിന് സാധ്യമല്ല. ഖുർആൻ്റെ മഹത്വം താങ്ങുവാനുള്ള കെൽപ്പ് അവർക്കില്ല. ഈ ഖുർആനെ നാം ഒരു പർവ്വതത്തിൻ്റെ മേൽ ഇറക്കിയിരുന്നെങ്കിൽ അത് ഭയപ്പെടുകയും പൊട്ടിപ്പിളരുകയും ചെയ്യുന്നതാണ് എന്ന് താങ്കൾ കാണുമായിരുന്നു എന്ന് ദിവ്യഗ്രന്ഥത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഒരിടത്ത് ഉപമരൂപത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് സൂറത്തുൽ ഹശ്ർ 21 വാക്യം. എന്നിരിക്കെ പരിശുദ്ധാത്മാക്കളായ മലക്കുകളല്ലാതെ പിശാചിന് അത് അള്ളാഹുവിങ്കിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഈ വ്യാഖ്യാനത്തിലെ കോമഡി മനസ്സിലായോ? ഇവിടെ മക്കാർ ഇതൊക്കെ പിശാച് പറയുന്നതാണ് എന്ന് പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ പറഞ്ഞ വാക്യവും അതിന് തഫ്സീറുകൾ കൊടുത്തിട്ടുള്ള വിശദീകരണമാണ് ഈ കേട്ടത്. അപ്പോൾ ഖുർആൻ പിശാച് ഇറക്കിയതാണ് എന്ന് മക്കാർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ പോയിട്ട് പിശാചുക്കൾ അവിടുന്ന് ആയത്ത് കൊണ്ടുവന്നു എന്നും അതാണ് മുഹമ്മദ് പറയുന്നത് എന്നും മക്കാർ പറഞ്ഞു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ മക്കാർ പറയുമോ? അതല്ലെങ്കിൽ അള്ളാഹു ആയത്ത് ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് ആയത്തെടുത്തിട്ട് ജിബ്രീലിന് കൊടുക്കുമ്പോൾ അത് കട്ട് കേട്ടിട്ട് ഈ ആയത്തുകൾ ഖുർആനിലെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ചെയ്ത്താൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി എന്ന് മക്കാർ പറഞ്ഞു? അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ ഈ ഖണ്ഡനത്തിന് ഖണ്ഡനം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ ഇത് മറുപടിയാവുള്ളൂ. എന്നാൽ മക്കാരെന്താ പറഞ്ഞത്? മക്കാരെന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഈ ചങ്ങാതി ചെയ്ത്താൻ ബാധിച്ചിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾ പറയുന്ന പിച്ചും പേയൊക്കെ അള്ളാൻ്റെ കിതാബിലുള്ളത് ചെയ്ത്താൻ ചോർത്തിക്കൊണ്ടെന്നു എന്നാണോ? എന്ത് മറുപടിയാണിത്? ചെയ്ത്താനെ ബാധിച്ച ഒരാൾ അയാളുടെ മനസ്സിൽ തോന്നുന്നത് വായി തോന്നിയത് വിളിച്ചു പറയില്ലേ? അങ്ങനെ വിളിച്ചു പറയും എന്നാണ് മക്കാർ പറഞ്ഞത്. അതിനുള്ള മറുപടി ചെയ്ത്താന്മാർക്ക് അള്ളാൻ്റെ ആയത്തൊന്നും കൊണ്ടുവരാൻ കഴിയൂലല്ലോ, അള്ളാൻ്റെ ആയത്തോടെ കൊണ്ടുവന്നതെന്ന് മക്കാർ പറഞ്ഞു? പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താണ് ഈ വിശദീകരിക്കുന്നത്? ഇനി നോക്കൂ. ഉപരിലോകത്ത് വെച്ച് മലക്കുകളിൽ നിന്ന് ഖുർആൻ കേട്ട് ഭൂമിയിൽ വന്ന് ഓതി കേൾപ്പിക്കുക എന്നതിനും പിശാചുകൾക്ക് സാധ്യമല്ല. കാരണം പിശാചുക്കൾ മുമ്പ് ആകാശം വരെ കയറിപ്പോവുകയും മലക്കുകളിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുവാൻ അവർക്ക് സാധ്യമാവുകയും ചെയ്തിരുന്നുവെങ്കിലും നബിക്ക് വഹി ലഭിക്കുവാൻ ആരംഭിച്ചതു മുതൽ പിശാചുക്കളുടെ ആകാശത്തേക്കുള്ള കയറ്റവും മലക്കുകളിൽ നിന്ന് കേൾക്കുവാനുള്ള സാധ്യതയും തീരെ തടയപ്പെട്ടിരിക്കുന്നു. മുമ്പ് പിശാചുക്കൾ വാനലോകത്ത് സ്വൈരവിഹാരം നടത്തുകയും മലക്കുകളുടെ സംസാരങ്ങളും മറ്റും കട്ട് കേൾക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നബിയുടെ നിയോഗത്തോടെ അത് നിശേഷം നിരോധിക്കപ്പെട്ടു. പിശാചുക്കൾ ശ്രമം നടത്തിയാൽ തന്നെ അവർ ശിക്ഷിക്കപ്പെടാൻ സംവിധാനമുണ്ടായി. ഈ ഇമാം ഇബ്നു കസീർ എഴുതുന്നു, കാരണം ഖുർആൻ ശ്രവിക്കുന്നതിൽ നിന്ന് എത്രയോ വിദൂരതയിലത്രേ പിശാചുക്കൾ. ചെങ്കോലുകളാലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാലും നിറക്കപ്പെട്ടിരിക്കുകയാണ് ആകാശം. തന്നിമിത്തം ഖുർആൻ്റെ ഒരക്ഷരമെങ്കിലും കേൾക്കുവാനായി പിശാചുകൾക്ക് അങ്ങോട്ടടുക്കുവാനേ കഴിയുകയില്ല. അസ്പൃശ്യത ഉണ്ടാവാതിരിക്കാനാണ് ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്? ചെകുത്താൻ ആകാശത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് അള്ളാഹുവും മലക്കുകളും തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു മലക്കുകളുടെ അടുത്തേക്ക് ഈ ഖുർആൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കട്ട് കേൾക്കും. എന്നിട്ട് അവരിവിടെ വന്ന്
പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയായിരുന്നു പണ്ട് പതിവ്. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കില്ല. കാരണം മുഹമ്മദ് നബിയുടെ അവതാരത്തോടു കൂടി പിശാചുക്കളെ അങ്ങോട്ട് അടുപ്പിക്കാത്ത വിധത്തിൽ അള്ളാഹു നക്ഷത്രം പെറുക്കി പിശാചുക്കളെ എറിയുന്ന ഏർപ്പാട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. മിസൈൽ വിട്ടിട്ട് പിശാചുക്കളെ എല്ലാം ഓടിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് ഖുർആനിൽ വേറെ പറയുന്നുണ്ട്. ആ കഥയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മക്കക്കാരെങ്കിലും മുഹമ്മദിനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പിശാചുക്കൾ അള്ളാൻ്റെ ആയത്ത് കട്ടുകൊണ്ടെന്നിട്ടാണ് മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ ഈ വിശദീകരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മറുപടി പറയുന്നതിന് അർത്ഥമുള്ളൂ. മക്കൾക്കാരെന്താ പറഞ്ഞത്? മുഹമ്മദ് പിശാചി ബാധ കൊണ്ട് എന്തൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മുഹമ്മദ് വിളിച്ചു പറയുന്ന വായി തോന്നിയത് വിളിച്ചു പറയുന്നതൊക്കെ അള്ളാൻ്റെ കിതാബെന്ന് ചെയ്ത്താന്മാർ കൊണ്ടുവന്നതാവാൻ സാധ്യതയില്ല. കാരണം ചെയ്ത്താന്മാർക്ക് അതിനൊന്നും കഴിയില്ല എന്നൊക്കെ പറയുന്നത് ആരാണ്? ഈ ഖുർആനിൽ പറയുന്ന വാക്യങ്ങളൊക്കെ അള്ളാൻ്റെ വാക്യങ്ങളാണ് എന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് പരിഹാരമാവുന്നുള്ളൂ, മറുപടിയാവുന്നുള്ളൂ. ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വാക്യങ്ങളാണ് എന്ന് വിശ്വസിക്കാത്തവരാണ് ഇതിനെ ചോദ്യം ചെയ്ത മക്കക്കാരും നമ്മളും ഒക്കെ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വാക്യങ്ങളൊന്നുമല്ല, മുഹമ്മദ് സ്വമേധയാ പറയുന്നതാണ്, മുഹമ്മദിനെ പിശാചാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നവർക്കുള്ള മറുപടി വല്ലതും ഇവിടെ ഖുർആനിലുണ്ടോ? ഖുർആൻ്റെ വിശദീകരണമായിട്ട് കൊടുത്ത തഫ്സീറിലുണ്ടോ? ഇല്ല. പകരം ഖുർആൻ പടച്ചോൻ്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ളത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ചെയ്ത്താന്മാർക്ക് ഇതൊന്നും കൊണ്ടുവരാൻ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് മറുപടി പറയുകയാണ് ചെയ്തത്. ഇതെങ്ങനെയാണ് മറുപടിയാവുക? ഇതൊക്കെ എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു കോമഡിയാണ് എന്ന് ആലോചിച്ച് നോക്ക്. ആകയാൽ അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധ്യനെയും നീ വിളിക്കരുത്, എന്നാൽ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. ഇവിടെ മുഹമ്മദിനെ തന്നെ അള്ളാഹു ഭീഷണിപ്പെടുത്തുകയാണ്. നീ അള്ളാഹു അല്ലാത്ത വേറെ വല്ല പടച്ചന്മാരെ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്കും ശിക്ഷ കിട്ടും കേട്ടോ എന്ന് മുഹമ്മദിനെ അള്ളാഹു ചീത്ത പറയുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതും മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ഒരു വ്യാപാരമാണ്. കാരണം മുഹമ്മദിന് ഇടയ്ക്കിടയ്ക്ക് ചാഞ്ചാട്ടമുണ്ടായിരുന്നു. അതിൻ്റെയും തെളിവ് ഖുർആനിലുണ്ട്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ ലാത്തനെയും ഉസരിയും മനാത്തനെയും ഒഴിവാക്കാതെ അള്ളാഹുവിനെ മുഖ്യ ദൈവമായിട്ട് സ്വീകരിച്ചുകൂടെ എന്ന മക്കക്കാരുടെ ആവശ്യത്തിന് മുമ്പിൽ പലപ്പോഴും മുഹമ്മദിൻ്റെ മനസ്സ് ചാഞ്ചാടുകയും ലാത്തയ്ക്കും ഉസയ്ക്കും മനാത്തയ്ക്കും അനുകൂലമായിട്ട് അവരെ അസിസ്റ്റൻ്റ് ദൈവങ്ങളായി അംഗീകരിക്കാം എന്ന നിലയിലേക്ക് മുഹമ്മദ് ഇടയ്ക്ക് ചിന്തിക്കുകയും അതിനനുസരിച്ച് ആയത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയത്തിറക്കിയപ്പോഴാണ് അത് ചെയ്ത്താൻ്റെ ആയത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ ചെയ്ത്താൻ ആയത്തിറക്കാൻ കഴിയില്ല, ചെയ്ത്താൻ അവിടെ പോയി കട്ട് കേൾക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ മറുപടി അത് അവിടെ തന്നെ ഉണ്ട്. കാരണം ആ ലാത്തയെയും ഉസയെയും മനാത്തയെയും നിങ്ങൾ കണ്ടില്ലേ, അതും ഉന്നതരായ ദൈവങ്ങൾ തന്നെയാണ് എന്ന് ആയത്തിറക്കാൻ ചെയ്ത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ചെയ്ത്താൻ അവിടെ പോയി കട്ട് കേട്ടിട്ടാ, അവിടെ പോയിട്ട് അള്ളാൻ്റെ കിതാബൊന്ന് പെറുക്കി കൊണ്ടുവന്നതാ. ചെയ്ത്താൻ സ്വന്തം നിലയ്ക്ക് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയതല്ലേ. ചെയ്ത്താന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എന്തിനാണ് അള്ളാൻ്റെ കിതാബെന്ന് കട്ടുകൊണ്ടിരുന്നത്? അള്ളാഹെ തന്നെ പറയാനുള്ള കഴിവ് ചെയ്ത്താനില്ലേ? എന്നിട്ട് ആ കഴിവ് ചെയ്ത്താനില്ല, അള്ളാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാനുള്ള കഴിവ് ചെയ്ത്താനില്ല എന്ന് പറഞ്ഞാൽ ചെയ്ത്താനല്ല മുഹമ്മദിൻ്റെ ആയത്തിറക്കിയത് എന്നതിന് എങ്ങനെയാണ് തെളിവാകുക? ചെയ്ത്താൻ ഇറക്കിയ ആയത്തിൻ്റെ കഥ ഖുർആനിൽ തന്നെ ഉണ്ട്. അങ്ങനെ പതിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇതേ അള്ളാഹു ഇതേ മുഹമ്മദിനെ ആശ്വസിപ്പിക്കുന്നതും ഖുർആനിലുണ്ട്. അപ്പോൾ ഈ സിർക്ക് ചെയ്യാനുള്ള ഒരു ചാഞ്ചാട്ടം മുഹമ്മദിൻ്റെ മനസ്സിലിടക്ക് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ മുഹമ്മദിന് വീണ്ടും തൗഹീദിലേക്ക് അങ്ങോട്ടും ചാച്ചിൽ വന്നു. ആ ചാഞ്ചാട്ടത്തിന് മുഹമ്മദ് സ്വന്തം മനസ്സിൽ കണ്ടെത്തുന്ന ഒരു ആശ്വാസവചനമാണ്, നീ സിർക്ക് ചെയ്യാൻ പോയാൽ നിനക്കും ശിക്ഷ കിട്ടുമെന്ന് അള്ളാഹു മുഹമ്മദിനോട് പറയുന്നതായിട്ട് മുഹമ്മദിൻ്റെ മനസ്സ് തന്നെ മുഹമ്മദിനോട് പറയുന്നു. എന്നിട്ട് അത് ജിബ്രീൽ പറഞ്ഞതായിട്ടും അള്ളാഹു പറഞ്ഞതായിട്ടും മുഹമ്മദ് അവതരിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. നീ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം. ഇവിടെ അടുത്ത കുടുംബങ്ങളൊക്കെ വിളിച്ച് മുന്നറിയിപ്പ് നൽകണം എന്നൊക്കെ പറയുന്നത് മുഹമ്മദ് മക്കയിൽ നിന്ന് ഏതാണ്ട് തടിയെടുക്കാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ്. കാരണം മുഹമ്മദിൻ്റെ മനസ്സിൽ അപ്പോഴേക്കും മക്കക്കാരെ മുഴുവൻ ആക്രമിക്കണം എന്നുള്ള പ്ലാനൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ സ്വന്തം ചോരയിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെയെങ്കിലും മുഹമ്മദ് ഈ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരെ കൂടി തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി തുടങ്ങിയിരുന്നു. അതിന് ഒരു ന്യായീകരണം എന്ന നിലക്കാണ് സ്വന്തം കുടുംബത്തിൽ ആദ്യം പോയിട്ട് താക്കീത് ചെയ്യൂ എന്ന് പറയുന്നത്. സത്യവിശ്വാസികളായി നിന്നെ പിന്തുടർന്നിട്ടുള്ളവർക്ക് നിന്റെ പാർശ്വം, നിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. അവിടെ കൂടെ വന്നവർക്കും കൂടെ വരാൻ സാധ്യതയുള്ളവർക്കും അവരോട് നല്ല നിലക്കും സൗമ്യമായിട്ടും പെരുമാറുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നിവിടെ പറയുന്നു. ഇനി 216, എന്നാൽ അവർ നിന്നോട് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിരുത്തരവാദിയാണ് എന്ന്. കണ്ടോ? അപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളും മുഹമ്മദിനെ നിരസിക്കുകയാണെങ്കിൽ
അവരോട് ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു നോക്കൂ, ഞാൻ ഉത്തരവാദിയല്ല ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ എന്ന് മുന്നറിയിപ്പ് പറഞ്ഞേക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെയും അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല വരാൻ പോകുന്നത്, മുഹമ്മദിൻ്റെ ശിക്ഷയാണ് വരാൻ പോകുന്നത് എന്ന് മുഹമ്മദ് തീരുമാനിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. കാരണം ഞാൻ ഇവരെല്ലാവരെയും ആക്രമിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അക്രമം നേരിട്ടോളൂ, അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കുകയില്ല എന്ന മുന്നറിയിപ്പാണ് മക്കയിലെ സ്വന്തം കുടുംബങ്ങൾക്ക് മുഹമ്മദ് ഇവിടെ നൽകുന്നത്. ഇനി വീണ്ടും അവിടെ ആവർത്തിക്കുന്നു, തവക്കലു അലാ അസീസ് റഹീം, പ്രതാപശാലിയും കരുണാനിധിയുമായുള്ളതിൻ്റെ പേരിൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ മുഹമ്മദിനോട് അള്ളാഹു പറയാണ്, നീ ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞാള, എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മക്കക്കാരെ ആക്രമിക്കാൻ പോകുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുഹമ്മദിനല്ല അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ആക്രമിക്കാൻ മുഹമ്മദ് മനസ്സിൽ പ്ലാനിട്ടിരുന്നു എന്നർത്ഥം. 218, അതായത് നീ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചലിച്ചു കൊണ്ടിരിക്കുന്നതും നിശ്ചയമായും അവൻ തന്നെയാണ് കേൾക്കുന്നവനും അറിയുന്നവനും. 221, ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വർത്തമാനം അറിയിച്ചു തരട്ടെയോ? മഹാവ്യാജകനും ദുഷ്ടനുമായ എല്ലാവരുടെയും മേലത്രേ ഇറങ്ങുന്നത്. അവർ ചെവി കൊടുക്കുന്നതാണ്, അവരിൽ അധികം ആളുകളും വ്യാജം പറയുന്നവരുമാകുന്നു. ഇതിന് ഇബ്നു അബ്ബാസ് പറയുന്നത് ഇത് മുസൈലിമ എന്ന് പറയുന്ന ആളെക്കുറിച്ചും തൽഹ എന്ന് പറയുന്ന ആളെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ പറയുന്നത് എന്നാണ്. കാരണം അവരൊക്കെ കവികളായിരുന്നു, അവരും ഇതുപോലെ വെളിപാടുകൾ ഇറക്കിയിരുന്നു. മുഹമ്മദ് ഇറക്കിയ വെളിപാടിനെക്കാരും നിലവാരമുള്ള വെളിപാടുകൾ ഇറക്കിയിരുന്ന പ്രവാചകന്മാരായിരുന്നു മുസൈലിമി മറ്റു ഇവരൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ വെളിപാട് ചെയ്ത്താൻ്റെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ചെയ്ത്താൻ്റെ വെളിപാടിൻ്റെ ലക്ഷണം വിശദീകരിക്കുന്നത്. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വർത്തമാനം അറിയിച്ചു തരട്ടെയോ? ഇത് മുഹമ്മദിൻ്റെ വാക്യങ്ങൾ ചെയ്ത്താൻ്റെ വാക്യങ്ങളാണ് എന്ന് പറഞ്ഞ് മുഹമ്മദിനെ പരിഹസിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരായി വെളിപാടുകൾ ഇറക്കിയിരുന്ന മുസൈലിമയെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് ഈ ആരോപണം അവരുടെ നേരെ തിരിച്ചുവിടുകയാണ്. മഹാവ്യാജനും ദുഷ്ടനുമായ എല്ലാവരുടെ മേലും ഇറങ്ങുന്നു. അത് മുസൈലിമയെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അവർ ചെവി കൊടുക്കുന്നതാണ്, അവരിൽ അധികം ആളുകളും വ്യാജം പറയുന്നവരാകുന്നു. അങ്ങനെ ചെയ്ത്താൻ്റെ കാര്യം അവിടെ പറഞ്ഞ് അവസാനിച്ചിട്ട് ഇനി അടുത്തത് നോക്കൂ. അടുത്തതാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട വാക്യം. കവികളാകട്ടെ അവരെ പിൻപറ്റുക ദുർമാർഗികളാകുന്നു. അവിടെയും മക്കയിലുണ്ടായിരുന്ന ചില കവികളും മുഹമ്മദിനെ എതിർക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കവികളെക്കുറിച്ചാണ് പറയുന്നത്. കവികളാവട്ടെ അവരെ പിൻപറ്റുക ദുർമാർഗികളാകുന്നു. ഇവിടെ മക്കയിലുണ്ടായിരുന്ന പർട്ടിക്കുലർ കവികളെ ആണെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരേതെങ്കിലും രീതിയിൽ സ്പെസിഫിക് ആയിട്ടോ പറയുന്നതിന് പകരം കവികൾ എന്നുള്ള വാക്ക് ജനറലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകാവസാനം വരേക്കുള്ള കിതാബിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കവിത എഴുതുന്ന എല്ലാവരും ദുഷ്ടന്മാരും ദുർമാർഗികളുമാണ്, അവരെ പിൻപറ്റാൻ പാടില്ല എന്നാണ് അതിൻ്റെ പൊതുവിൽ അർത്ഥം വരിക. നീ കണ്ടില്ലേ അവർ എല്ലാ താഴ്വരയിൽ കൂടെയും അലഞ്ഞു നടക്കുന്നതാണ് എന്ന്. അവിടെ ഭാവനയുടെ താഴ്വര എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ തങ്ങൾ പ്രവർത്തിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും നീ കണ്ടില്ലേ. ഇന്ന് പ്രവർത്തിക്കാത്തത് പറയുകയും ഭാവന കൊണ്ട് പലതും പറയുകയും ചെയ്യുന്ന ദുർമാർഗികളായിട്ടുള്ള ആളുകളാണ് കവികൾ എന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം മക്കക്കാർ മുഹമ്മദിൻ്റെ നേരെ ഉന്നയിച്ച മറ്റൊരാരോപണം ചെയ്ത്താൻ ഇറക്കുന്നതാണ് എന്നതുപോലെ തന്നെ മറ്റൊരാരോപണം മുഹമ്മദ് ചെറിയൊരു കവിയാണ്, മുഹമ്മദിന് കുറച്ച് കവിതയൊക്കെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ കവി എന്ന് വിളിച്ചിരുന്നു. മുഹമ്മദിൻ്റെ വെളിപാടുകളെ നിഷേധിക്കാൻ വേണ്ടി, ദൈവികതയെ നിഷേധിക്കാൻ വേണ്ടി മുഹമ്മദിനെ കവി എന്ന് വിശേഷിപ്പിച്ചിരുന്നു മക്കക്കാർ. അതിനുള്ള മറുപടിയാണിത്. കവികൾ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരാണ്, അവർ വെറുതെ ഇങ്ങനെ വേണ്ടാത്തത് പറയുകയാണ്, അവർ പ്രവർത്തിക്കാത്തത് പറഞ്ഞു നടക്കുന്നവരാണ്, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്, അങ്ങനത്തെവരാണ് എന്ന് പറഞ്ഞിട്ട് കവികളെ മൊത്തം മോശക്കാരായി ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രവാചകന് ഹദീസുകളിലും കവികളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മനസ്സിൽ കവിത നിറയുന്നത് ജലം നിറയുന്നത് പോലെ, പള്ളയിൽ ജലം നിറയുന്നത് പോലെയാണ് എന്ന് പറയുന്ന ഹദീസൊക്കെ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. അപ്പോൾ കവികളെ മൊത്തം അധിക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നാൽ മുഹമ്മദിൻ്റെ കൂടെ മുഹമ്മദിനെ പുകഴ്ത്തുന്ന കവികൾ ഉണ്ടായിരുന്നു എന്നും അവരെ മുഹമ്മദ് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും ഇതേ
ചരിത്രത്തിലും തഫ്സീറുകളിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് കവികളെ കുറ്റപ്പെടുത്തുന്നത് മുഹമ്മദിനെ എതിർക്കുന്ന കവികളെയാണ് എന്നർത്ഥം. മുഹമ്മദിനെതിരായിട്ട് കവിത ചൊല്ലുകയും കവിത രചിക്കുകയും ചെയ്ത എല്ലാവരെയും കൊട്ടേഷൻ സംഘത്തെ പറഞ്ഞയച്ച് തല അറുത്തു കൊണ്ടുവരുന്ന കാഴ്ചയാണ് പിന്നെ മക്കയിലും മദീനയിലും ഒക്കെ നമ്മൾ കാണുന്നത്. അത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന മറ്റു ക്രൂരതകളാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷം രക്ഷാനടപടികൾ എടുക്കുകയും ചെയ്തവരൊഴികെ അക്രമം പ്രവർത്തിച്ചവർ ഉടനെ അറിഞ്ഞുകൊള്ളും ഏതൊരു പര്യവസാനത്തിലാണ് അവർ തിരിഞ്ഞെത്തുക എന്ന്. ഇവിടെ ഈ കവികളെ മാറ്റി നിർത്തിയിട്ട് മുഹമ്മദിൻ്റെ കൂടെയുള്ള കവികളെ ന്യായീകരിക്കുന്നതാണ് ഈ വചനം. കാരണം വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷം രക്ഷാനടപടി എടുക്കുകയും ചെയ്തവരൊഴികെ. ഇതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ ആക്രമിക്കപ്പെട്ടത് രക്ഷാമാർഗം എന്നൊക്കെ പറയുന്നത് കവിത കൊണ്ട് ആക്രമിച്ചു, അതിന് പകരം കവിത എഴുതിക്കൊണ്ട് തിരിച്ചും മറുപടി പറഞ്ഞു എന്നാണ്. പക്ഷേ അതൊന്നും ഖുർആനിലില്ല. ഖുർആനിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം തിരിച്ചാക്രമിക്കുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ആക്രമിച്ചത് കവിത കൊണ്ടാണെങ്കിലും തിരിച്ച് കത്തി കൊണ്ടും വാളുകൊണ്ടാണ് മുഹമ്മദ് ആക്രമിച്ചത് എന്നത് ചരിത്രത്തിൽ കാണാം. ആ ചരിത്രം മുഹമ്മദിൻ്റെ മനസ്സിൽ അന്ന് തന്നെ രൂപപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കവികളെയെല്ലാം കൊല്ലും എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മുഹമ്മദിനെ പുകഴ്ത്തിക്കൊണ്ടും ഖുർആനെ പുകഴ്ത്തിക്കൊണ്ടും ആരെങ്കിലും കവിത എഴുതുകയാണെങ്കിൽ, കവിത പാടുകയാണെങ്കിൽ മുഹമ്മദ് അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ വാക്യത്തിലുള്ളത്. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യം. അങ്ങനെ കവികളെ കുറ്റപ്പെടുത്തുകയും മുഹമ്മദ് കവിയാണ് എന്ന് പറഞ്ഞതിന് ഇതുപോലുള്ള ബാലിശവും ക്രൂരവുമായ മറുപടി പറയുകയും മുഹമ്മദിനെ ചെകുത്താനാണ് ബാധിച്ചിട്ടുള്ളത് എന്ന അവരുടെ ആരോപണത്തിന് ചെയ്ത്താന്മാർക്ക് ഖുർആനായത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന ശുദ്ധ വിഡ്ഢിത്തം മറുപടിയായി പറയുകയും ഒക്കെയാണ് ഈ അധ്യായത്തിൽ ചെയ്തിട്ടുള്ളത്. കെട്ടുകഥകളുടെ ആ ഭണ്ഡാരം മാറ്റി നിർത്തിയാൽ മക്കയിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമാണ് ഈ അധ്യായത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. മക്കയിൽ മുഹമ്മദിന് നേരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മർദ്ദനങ്ങൾ, അക്രമങ്ങൾ എന്ന് പറയുന്നത് കവിത ചൊല്ലി, ചോദ്യം ചോദിച്ചു, തെളിവ് ചോദിച്ചു എന്നിവയൊക്കെയാണ് എന്ന് ഈ അധ്യായങ്ങളിലുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്നും ഇതിൻ്റെയൊക്കെ അവതരണ പശ്ചാത്തലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു. പകരം മുഹമ്മദ് അവരെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന സൂചന വളരെ കൃത്യമായിട്ട് ഈ അധ്യായത്തിലൂടെ നൽകുന്നുമുണ്ട്. മറ്റൊരധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.